ശത്രുദോഷത്തിന് നമ്മൾ വഴിപാട് കഴിച്ചാൽ വല്ല മാറ്റങ്ങളുണ്ടാവുമോ? അത് വാസ്തവതയുണ്ടോ? ഒട്ടുമിക്ക വീഡിയോകളിലും പറയുന്നതാണ് അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഈ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ശത്രു. നമ്മുടെ ഉള്ളിൽ ശത്രുവിന് എന്തിനാണ് നമ്മൾ പൂജ ചെയ്യുന്ന വഴിപാട് ചെയ്യുന്നതെന്നുള്ളത് വേറെ രീതിയിൽ നമ്മൾ ചിന്തിച്ചുകൂടെ? മറ്റുള്ളവരാൽ ബാധിക്കപ്പെട്ട ദോഷം അല്ലെങ്കിൽ ബാധ, അല്ലെങ്കിൽ ബാധിക്കുന്ന എന്തോ ബാധ എന്ന് പറയാം, അത് വാക്കുകൊണ്ടാവാം, ചിന്ത കൊണ്ടാവാം, പ്രവൃത്തി കൊണ്ടാവാം നമ്മളെ ബാധിച്ചിരിക്കുന്നത്. അത് നമുക്ക് ദോഷമായിട്ട് വരാം അല്ലേ? ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ശത്രുദോഷമായിട്ട് പൂജ ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? നമ്മൾ ക്ഷേത്രത്തിൽ ചെല്ലുന്നു, നമ്മുടെ പേരെന്നാളും പറഞ്ഞ് നമ്മുടെ ഉള്ള മാറ്റങ്ങൾ സംഭവിക്കണം. നമ്മുടെ ഉള്ളിൽ ബാധിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ മാറുന്നുണ്ട്. അപ്പോൾ മന്ത്രോച്ചാരണം കൊണ്ട് അതിന് അർച്ചന ചെയ്യുന്നു. ആ മാറ്റങ്ങൾ സംഭവിക്കുന്നത് എവിടെയാണ്? നമ്മുടെ പ്രാണശരീരത്തിലാണ്. റിലീസ് ചെയ്യുന്നത് എന്താ? മറ്റുള്ളവരാൽ ചെയ്തു വെച്ചിരിക്കുന്ന പ്രശ്നത്തെയാണ് ആ മന്ത്രം ദേവത തന്നെയാണ്, അതാണ് റിലീസ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തെറ്റായ രീതിയിലാണ് എടുക്കരുത്. ഓരോ വഴിപാടുകൾക്കും ആ രീതിയിൽ ചെയ്താൽ മാറ്റങ്ങൾ സംഭവിക്കും, തീർച്ചയായിട്ടും സംഭവിക്കും. മന്ത്രം ദേവത തന്നെയാണ്, ആ മന്ത്രത്തിന് ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കുക. തെറ്റിദ്ധാരണകളില്ലാതെ ശരിയായ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് ഓരോ കാര്യങ്ങളും നമ്മൾ പറയാൻ ശ്രമിക്കുക. നന്ദി, നമസ്തേ.